ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാ. എല്ലാവരും റെഡിയല്ലേ? അർത്ഥം എഴുതാനാണ്. സിഞ്ചിതം. 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 ആരും നോക്കിയതൊന്നും വേണ്ട, നേരെ എഴുതിയാ മതി അറിയുന്ന കാര്യം. സിഞ്ചിതം. ആ നോട്ട്ബുക്ക് വേണമെങ്കിൽ എടുക്കുന്നേ എഴുതാൻ. നോട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതിക്കോ. സിഞ്ചിതം. എടുത്തില്ലേ? ഓക്കെ ജോസി, നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ എഴുതാൻ തുടങ്ങിക്കോ. ഫസ്റ്റ് അർത്ഥം എഴുതാനാണ്. സിഞ്ചിതം. നെക്സ്റ്റ് മഞ്ജുളം. മഞ്ജുളം. സിഞ്ചിതം ആദ്യത്തത്, രണ്ടാമത്തത് മഞ്ജുളം. മഞ്ജുളം എന്ന വേർഡിന്റെ അർത്ഥം മഞ്ജുളം. ഫിനിഷ് ആണോ? ഒന്ന് സിഞ്ചിതം എന്ന പദത്തിന്റെ അർത്ഥം എഴുതണം. ആദ്യം നിങ്ങളുടെ പേര് എഴുതണേ. ക്വസ്റ്റ്യൻ എഴുതണ്ട, അർത്ഥം എഴുതിയാലും മതി. ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്ന എഴുതിക്കോ, അല്ലെങ്കിൽ എഴുതുന്ന നിർബന്ധമില്ല. സിഞ്ചിതം. രണ്ടാമത്തത് മഞ്ജുളം. തേർഡ് വൺ. മൂന്നാമത്തത് പറഞ്ഞോട്ടെ, എഴുതിയോ എല്ലാവരും? മഞ്ജുളം. മഞ്ജുളം. ഓക്കെ, നമ്മൾ ആകെ രണ്ടെണ്ണാണ് പറഞ്ഞത്. ഒന്ന് സിഞ്ചിതം, രണ്ട് മഞ്ജുളം. മൂന്ന് ശാരിക. മൂന്ന് ശാരിക. ശാരിക എന്ന പദത്തിന്റെ അർത്ഥം ശാരിക. ശാരിക. എഴുതി. നെക്സ്റ്റ് നാലാമത്തത് മുരളിക. 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 മൂന്നാമത്തത് ശാരിക. ശാരിക. ആദ്യത്തത് നമ്മൾ സിഞ്ചിതം പറഞ്ഞു, രണ്ടാമത്തത് മഞ്ജുളം, മൂന്ന് ശാരിക, നാല് മുരളിക. അഞ്ച് എഴുതിയോ? നാലെണ്ണം. ഓക്കെ, നെക്സ്റ്റ് ഒന്നുകൂടി. ഉല്ലേഖം. ഉല്ലേഖം. അഞ്ചാമത്തെ പറയും മിസ്. ഉല്ലേഖം അഞ്ചാമത്തെയാ? ആ, ഉല്ലേഖം എന്ന വാക്കിന്റെ അർത്ഥം. ഉല്ലേഖം എഴുതിയോ? ഇപ്പൊ സിഞ്ചിതം, മഞ്ജുളം, മുരളിക, ഉല്ലേഖം, അല്ല ശാരിക, മുരളിക, ഉല്ലേഖം.
നെക്സ്റ്റ് ഒന്നുകൂടി അർത്ഥം എഴുതാൻ ഒറ്റ ഒന്നുകൂടി എഴുതിയുള്ളൂ. മഞ്ചരി. മഞ്ചരി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. മഞ്ചരി. നോക്കിയൊന്നും എഴുതണ്ടോ ആരും? ഏത് മഞ്ചരിയോ? മഞ്ചരി. മഞ്ചരി. ഒറ്റൊന്ന് എഴുതിയാ മതിയോ? ആദ്യം മുതൽ എഴുതിയിട്ടില്ല. ഒന്ന് എഴുതിയാൽ മതി അതിന്റെ. ഓക്കെ. നോക്കിട്ടാണോ പറയുന്നത്? അല്ല പഠിച്ചിട്ട് തന്നെയാ? പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. എഴുതിക്കോ റിവൈസ്. ഒരു ആൻസർ ഒന്ന് എഴുതിയാലും മതി അർത്ഥം. മഞ്ചരി. ആയോ? അപ്പൊ അർത്ഥം ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാ. സിഞ്ചിതം ആദ്യത്തത്. നെക്സ്റ്റ് മഞ്ജുളം. മൂന്നാമത്തത് ശാരിക. നാലാമത്തത് മുരളിക. അഞ്ചാമത്തത് ഉല്ലേഖം. ആറാമത്തത് മഞ്ചരി. ഓക്കെ. ആരെങ്കിലും ഫിനിഷായോ? എഴുതി കഴിഞ്ഞു? ഓ എന്നാ ഇനി ക്വസ്റ്റ്യൻ ആൻസറാ? അല്ല, പിരിച്ചെഴുതാൻ. ഒന്നാമത്തെ അർത്ഥം എഴുതുക, രണ്ടാമത്തത് പിരിച്ചെഴുതുക. പിരിച്ചെഴുതുക. അതിലൊന്നാമത്തത് തുള്ളൽ പാട്ട്. തുള്ളൽ. ഓക്കെ മക്കളെ. രണ്ടാമത്തത് ഒന്ന് തുള്ളൽ പാട്ട് പിരിച്ചെഴുതാൻ. രണ്ട് വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട്. രണ്ടാമത്തത് വഞ്ചിപ്പാട്ട്. പിരിച്ചെഴുതുവാണ് വേണ്ടത്. ശ്രദ്ധിച്ചെഴുതുക. പിരിച്ചെഴുതുക. പ്ലസ് എഴുതാനല്ലേ? പ്ലസ്. അത് തന്നെ, അത് തന്നെ. പ്ലസ് ഇട്ടിട്ട് എഴുതുന്നത്. എഴുതിയോ? ഒന്നാമത്തത് തുള്ളൽ പാട്ട് എന്നത് പിരിച്ചെഴുതണം. രണ്ടാമത്തത് വഞ്ചിപ്പാട്ട് പിരിച്ചെഴുതണം. ഓക്കെ. മൂന്നാമത്തത് പൂന്തേ. പൂന്തേ എങ്ങനെയാണ് പിരിച്ചെഴുതുക വെച്ചാ എഴുതുക. പൂന്തേ. മൂന്നാമത്തത് പൂന്തേ പിരിച്ചെഴുതണം. എഴുതിയോ? നെക്സ്റ്റ് മഞ്ജുളമാകും. മഞ്ജുളമാകും എന്നത് പിരിച്ചെഴുതണം. മഞ്ജുളമാകും. മഞ്ജുളമാകും. മഞ്ജുളമാകും എന്നത് പിരിച്ചെഴുതണം. ആരോ ഒരാളവിടെ ഒരാളെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ. ഓക്കെ. മഞ്ജുളമാകും എഴുതിയോ? അപ്പോ എത്രണ്ണം പറഞ്ഞു മിസ്? ഒന്ന് തുള്ളൽ പാട്ട്, രണ്ട് വഞ്ചിപ്പാട്ട്, മൂന്ന് പൂന്തേൻ, നാല് മഞ്ജുളമാകും. അപ്പോ 4 എണ്ണം നിങ്ങൾ പിരിച്ചെഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞാല് ഉത്തരം എഴുതുക. ഉത്തരം എഴുതുന്നതിൽ ഒന്നാമത്തെ പറയട്ടെ. ടെക്സ്റ്റ് നല്ലതുപോലെ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന സുപ്രസിദ്ധ കൃതിയുടെ കർത്താവ് ആരാണ്? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന സുപ്രസിദ്ധ കൃതിയുടെ കർത്താവ് ആര്? എഴുതിക്കോ ആൻസർ. എന്ത് ഡൗട്ട് വന്നു? പാഠം പഠിപ്പിക്കുമ്പോ നമ്മൾ പറഞ്ഞാണ് ഒരുപാട് തവണ. ഓ എഴുതിയോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണോ? യെസ്. ഓ പറയാം. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന സുപ്രസിദ്ധ കൃതിയുടെ കർത്താവ് ആര്? അതായത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് ആര് എന്നർത്ഥം. അതിന്റെയാണ് ആൻസർ എഴുതേണ്ടത്. ആൻസർ മാത്രം എഴുതിയാലും മതി, ശരിയായിട്ട് എഴുതിയില്ലെങ്കിലും ആൻസർ എഴുതാം. ഓക്കെ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന സുപ്രസിദ്ധ കൃതിയുടെ കർത്താവ് ആര്? എഴുതിയോ? അടുത്തത് എഴുതിയോ മക്കളെ? പറയല്ലേ മിസ്, എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്തേ ജോസി എഴുതിയോ? ജോസി ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് വന്നാണോ? ജോസി തലവേദനിക്കുന്നുണ്ടോ ജോസിക്ക്? ഉണ്ടോ? അല്ല, സുഖമൊന്നുമില്ലല്ലോ. എക്സാമിന്റെ കാര്യം പറഞ്ഞ ഞാൻ ഓർത്തില്ല. പിന്നെ ഞാൻ അത് ഓർക്കാറില്ലല്ലോ അല്ലേ ജോസി? അല്ല, അത് പക്ഷെ ഇത് പഠിച്ചു വായിച്ചില്ല. ഒന്ന് വായിച്ചിരുന്ന എന്തെങ്കിലും കിട്ടിയായിരുന്നു. ഒന്നും വായിച്ചിട്ടുമില്ല. എക്സാം ഇപ്പൊ വരും, അതിന് ഇതുവരെ ഒന്നും വായിച്ചില്ല. 16ാമത്തെ ലെസൺ. അത് 16 കഴിഞ്ഞ് 17 കഴിഞ്ഞു, പാഠം 18 കഴിഞ്ഞു. ഇത്രയും പാഠങ്ങൾ നമ്മൾ കഴിഞ്ഞു. അത്രയും ദിവസങ്ങളായി ഈ പാഠം എടുത്തിട്ട് എന്നർത്ഥം. അത് മാത്രമല്ല, പാഠം ഒരു 2-3 ദിവസം ഞാൻ എടുത്തു. ഓർമ്മയുണ്ടോ? ഓക്കെ. ഇപ്പൊ തന്നെ ബൈഹാർട്ടായിരിക്കും ചില കുട്ടികൾക്ക്. ഈ പാഠം ഞാൻ എടുത്തതിന് അത്രയും ദിവസം എടുത്തു. അടുത്ത ചോദ്യേ. അപ്പൊ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണെന്നാണ് ചോദിച്ചത് അല്ലേ? അത് എഴുതണം. ഓക്കെ. നെക്സ്റ്റ്, അടുത്ത ചോദ്യം. മലയാള കവിതയിൽ ഇന്നും കേൾക്കുന്ന മുരളീനാദം ആരുടെയാണ്? മലയാള കവിതയിൽ ഇന്നും കേൾക്കുന്ന മുരളീനാദം ആരുടെയാണ്? മിസ് ഇങ്ങത്തെല്ലാം പറഞ്ഞിനി. ഇങ്ങനത്തെ പറഞ്ഞിട്ടേ പറഞ്ഞിനി. പറഞ്ഞോ. ആദ്യം ചോദിച്ചത് മിസ് പറഞ്ഞു തന്നില്ല. അതിനൊരു ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോ മലയാള കവിതയിൽ ഇന്നും കേൾക്കുന്ന മുരളീനാദം ആരുടേതാണ്? എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പൊ മിസ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞേ. മലയാള കവിതയിൽ ഇന്നും കേൾക്കുന്ന മുരളീനാദം ആരുടെയാണ്? എന്തേ ഏബലെ എഴുതി കഴിഞ്ഞോ? ജോസി, ഇങ്ങനെ വരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ജോസി. പഠിക്കേണ്ട സമയത്ത് പഠിക്ക്. അർത്ഥവും പിരിച്ചേതെങ്കിലും വ്യത്യാസം കിട്ടി, പക്ഷെ ആൻസറുടെ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടൂല. ക്വസ്റ്റ്യൻ ആൻസർ കിട്ടൂലേ? എന്തുകൊണ്ട് കിട്ടില്ല? പഠിച്ചില്ലേ? അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എന്തിനാ പഠിച്ചത്? അത് മുഴുവൻ പഠിച്ചൂടെ ഏബലെ? ഈ അത്യാവശ്യം പഠിക്കുന്നത് കുറച്ചധികം പഠിച്ചാൽ എന്താണ്? അനാവശ്യത്തിന് നീ പഠിച്ചു. അത്യാവശ്യത്തിനുള്ളത് അനാവശ്യത്തിനാക്കണം അല്ലേ? അപ്പൊ ആവശ്യത്തിനനുസരിച്ചെങ്കിലും പഠിക്കുക. അപ്പൊ നമുക്ക് ഈസി ആവും.
ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നില്ല. പഠിച്ചാലും ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചാലും എഴുതാൻ പറ്റില്ലേ മോനെ? മോനെ അക്ഷരങ്ങൾ അറിയില്ലേ എഴുതാൻ? എഴുതാൻ പറ്റും. സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. മലയാള കവിതയിൽ ഇന്നും കേൾക്കുന്ന മുരളീനാദം ആരുടെയാണ്? മിസ്റ്റർ 3 വേണമെങ്കിൽ പറഞ്ഞോ, നിർബന്ധം മുഹമ്മദ് കഴിഞ്ഞു അല്ലെ? രണ്ടാമത്തത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തത്, ഓടക്കുഴൽ നമുക്ക് സമ്മാനിച്ചതാര്? ഓടക്കുഴൽ നമുക്ക് സമ്മാനിച്ചതാര്? ഓടക്കുഴൽ നമുക്ക് സമ്മാനിച്ചത് ആര്? മിസ് എഴുതി. എഴുതിയോ? ആ കുറച്ച് എഴുതാണ് ബാക്കി. എഴുതിയോ? ഓക്കെ. ഓടക്കുഴൽ നമുക്ക് സമ്മാനിച്ചത് ആര്? എഴുതി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സുപ്രസിദ്ധ കൃതി ഏത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സുപ്രസിദ്ധ കൃതിയുടെ പേരെന്ത്? അത് എഴുതിയാൽ മതി ആ പേര്. ഓക്കെ. കവിത അല്ല മിസ്സ, കവിത. മിസ് ആ ചോദ്യം കൂടി വായിച്ചേ. ചങ്ങമ്പുഴാന്ന് കേട്ടിനി, പിന്നെ ആരെയൊന്നും കേട്ടിട്ട. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സുപ്രസിദ്ധ കൃതി ഏത്? കൃതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സുപ്രസിദ്ധ കൃതി ഏത്? ഏതാണ് ചങ്ങമ്പുഴയുടെ പ്രസിദ്ധ കൃതി? അത് തന്നെ, അത് എഴുതുക. അതിന്റെ പേര് മാത്രം എഴുതിയാലും മതി. ഓക്കെ. അപ്പൊ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് പറഞ്ഞു ഞാൻ? 1, 2, 3, 4 അല്ലെ? 4, 8 മാർക്കായി. 8ഉം 4 ഇത് പറഞ്ഞു. 18 മാർക്ക്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഒറ്റൊരു ക്വസ്റ്റ്യൻസും കൂടാ എന്നാ കഴിഞ്ഞു. കൃഷ്ണ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഇപ്പൊ പറഞ്ഞാണോ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സുപ്രസിദ്ധ കൃതി? ഇനി ലാസ്റ്റ് ഒന്നുകൂടി ഉണ്ട്, പറയാ. കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം ആരുടേതാണ്? കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം ആരുടേതാണ്? അത് എഴുതിയ ആരെയെന്നല്ലേ മിസ്സേ? ആ, എഴുതിയത് ആര്? അത് തന്നെ. നാലാമത്തെ ചോദ്യം, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സുപ്രസിദ്ധ കൃതി ഏത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു സുപ്രസിദ്ധ കൃതിയില്ലേ, അതിന്റെ പേര് എഴുതണം, അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 10, പിന്നെ 4 മാർക്കിന്റെ പിരിച്ചെഴുതാനുണ്ടായിരുന്നു, 6 മാർക്കിന്റെ അർത്ഥം. അഞ്ചാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? എന്താ പറഞ്ഞത്? കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം ആരുടേതാണ്? കൃഷ്ണഗാഥ രചിച്ചത് ആര്? കേട്ടോ എഡ്വിൻ? കൃഷ്ണഗാഥ രചിച്ചത് ആര്? എഴുതിയോ ഗ്രേസ്? അദ്ദേഹത്തിന്റെ പേര് മാത്രം എഴുതിയാ പോരെ? അദ്ദേഹത്തിന്റെ പേര് മാത്രം എഴുതിയാ കേട്ടോ.
ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞോ? അപ്പൊ അർത്ഥത്തിന് 6 6 മാർക്ക്, തിരിച്ചെഴുതുന്നതിന് 4 മാർക്ക്, 4 എണ്ണത്തിന്. ക്വസ്റ്റ്യൻ ആൻസറിൽ 2 മാർക്ക് വീതമുള്ള 5 എണ്ണം, അതിൽ 2 10 മാർക്ക്, 20 മാർക്ക്. ടോട്ടൽ 20 മാർക്കില് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? ഇനി ഒന്ന് ഫോട്ടോ ഇട്ടിട്ട് ഓ പേഴ്സണൽ നമ്പറിലോട്ട് ഫോട്ടോ ഇട്ട് സെൻഡ് ചെയ്യാൻ മതി. സെൻഡ് ചെയ്യാൻ മതി. പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ കേട്ടോ. ഓക്കെ, നോക്കിയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. നിങ്ങൾ തന്നെ നോക്കിയിട്ട് സെൻഡ് ചെയ്താൽ ഏറ്റവും ബെറ്റർ. അറിയില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ സെൻഡ് ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ 2 മാർക്കാ? സിമ്പിൾ ആണ്, എന്നാൽ 2 മാർക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ? ഒരു ക്വസ്റ്റ്യൻ ആൻസറിന് 2 മാർക്കും പിന്നെ തിരിച്ചെഴുതലിന് 1 മാർക്ക്, അപ്പൊ 4 എണ്ണം 4 മാർക്ക്. പിന്നെ അർത്ഥത്തിന് 1 മാർക്ക്, 6 എണ്ണം 6 മാർക്ക്. 6 4 10 10 20 മാർക്ക്. ഓക്കെ, ബൈ. ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പൊ അടുത്ത ക്ലാസ്സില് നമുക്ക് ആ ഗ്രാമർ ക്വസ്റ്റൻ എടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും കേറണേ. ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും കേറണം. മിസ് അടുത്ത വെള്ളിയാഴ്ച 17ാം ലെസന്റെ എക്സാം ഉണ്ടാവോ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് 17ാം ലെസന്റെ എക്സാം ഉണ്ടാവും. ബേബിലെ 17ാമത്തെ പാഠത്തിന്റെ എക്സാം ഉണ്ട് അടുത്ത വെള്ളിയാഴ്ച, ഫ്രൈഡേ. ഓക്കെ, അടുത്ത വെള്ളിയാഴ്ച തന്നെ ആയിരിക്കും നമ്മുടെ. ഇനിയിപ്പോ ഒന്ന് റീഅറേഞ്ച് ചെയ്യും, കാരണം ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികള് എക്സാം അല്ലേ 22ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതായത് LKG മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാം ആണ്. അത് 22ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ടൈം ടേബിളിൽ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ഇടുമായിരിക്കും. ഓക്കെ, അടുത്ത വെള്ളിയാഴ്ച പരീക്ഷ ഉണ്ട് 17ാമത്തെ ലെസന്റെ കേട്ടോ എഡ്വിൻ. ബൈ, സി യു. നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ മീ. ബൈ. വൈകുന്നേരത്തെ ക്ലാസ്സിന് ഞാൻ ഉണ്ടാവില്ല. എവിടെ പോകും ഹന്ന? ഞാൻ പള്ളിയിൽ പോകും. ആണോ? ഗ്രാമർ എടുക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് കണ്ടാ മതി. ഞാൻ യൂട്യൂബിൽ ക്ലാസ് കണ്ടു. ഓക്കെ, ശരി.